ഇപ്പോൾ KFA പ്രസിഡന്റ് നവാസ് മിരാൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നവാസ് മിരാൻ, ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലിയുടെ മറുപടി, KFA നൽകിയ വിശദീകരണം അത് തൃപ്തികരമല്ല, അത് ചർച്ച ചെയ്ത് തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മൾ കൊടുത്ത മറുപടിക്ക് KFAക്ക് തൃപ്തികരമല്ല എങ്കിൽ ഞങ്ങൾക്ക് മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നമ്മൾ സ്റ്റേറ്റ് സ്പോർട്സ് ആക്ടിന്റെ കീഴിൽ ഇത് കൊണ്ടുവരാനായിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നമുക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറയുകയാണ്, കേരളത്തിന്റെ സ്പോർട്സ് ആക്ടിന്റെ കീഴിൽ നിങ്ങൾ വരുന്നതിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ബി ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പീപ്പിൾ ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അതാണ് നമ്മളുടെ ഭാഗം. അതായത് നവാസ് മീരാൻ അദ്ദേഹം പറയുന്നത്, ഷറഫ് അലി പറയുന്നത്, സ്പോർട്സ് കൗൺസിൽ അഫിലിയേറ്റഡ് ആയ ഒരു സംഘടനയാണെങ്കിൽ സ്പോർട്സ് ആക്ടിനും റൂൾസും അനുകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ്. അല്ല, നമുക്കും അതാണ് താല്പര്യം. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൾ ഇന്ത്യ ഫിഫയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മാറണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള കളികളും നാഷണൽ ഗെയിംസും എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ടല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാനൊരു പെർമിഷന് വേണ്ടിയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു അനിശ്ചിതത്വം അത് കായിക താരങ്ങളെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ ഒരു KFAക്ക് എതിരായിട്ടൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് പോലുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ മറ്റുള്ള വലിയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പെർമിഷൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ശമ്പളമുള്ള പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിപ്പോ സ്പോർട്സ് കൗൺസിലിന് അറിയാവുന്ന കാര്യം തന്നെ. അപ്പോൾ അതിൽ നമുക്ക് യു ഷറഫ് അലിയുടെ മറുപടി തന്നെ വേണം. ശ്രീ ഷറഫ് അലി, താങ്കൾ ലൈനിലുണ്ടെങ്കിൽ, ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ, എന്താണ് ഈ ഒരു അനിശ്ചിതത്വത്തിനുള്ള ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, ഗ്രേസ് മാർക്ക് അടക്കമുള്ള വിഷയങ്ങൾ, അതിൽ എന്തായിരിക്കാം ഒരു പരിഹാരം നിർദ്ദേശിക്കാനുള്ളത്? ഇല്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം ബഹുമാന്യനായ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സൂചിപ്പിച്ചല്ലോ, AFFന് കത്ത് എഴുതിയിട്ട് അതിന് ഉചിതമായ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. അത് തന്നെ ഒരു നല്ല അനുകൂലമായ സമീപനമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏത് കായിക സംഘടനകളും ആക്ടിനും റൂളിനും വിധേയമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അതനുസരിച്ച് AFFൽ നിന്ന് പെർമിഷൻ വാങ്ങും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ഷറഫിലെ ഒരു ചോദ്യം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് ഒരു 43 സംഘടനകൾ സ്പോർട്സ് കൗൺസിലുമായി അഫിലിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവർക്കെല്ലാം സ്വതന്ത്രമായ ഒരു ഭരണഘടനയുണ്ട്. അവർ പിന്നെ എങ്ങനെയാണ് കേരള സ്പോർട്സ് കൗൺസിലുമായി യോജിച്ചു പോകുന്നത്? അത്തരത്തിലുള്ള ഒരു സാധ്യത ഈ KFAയുടെ നിലവിലുള്ള സാഹചര്യത്തിൽ കൊണ്ടുവരാനും കഴിയുന്നതല്ലേ? അഫിലിയേഷൻ ഉള്ള 43 സംഘടനകളും റൂളിനും ആക്ടിനും വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ശ്രീ നവാസ് മീരാൻ, ഒരൊറ്റ ചോദ്യം കൂടി. അതായത് ഒരുപാട് സംഘടനകളുണ്ട്, 40-ലധികം സംഘടനകൾ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് അവരുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്, അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ കുട്ടികളുടെ ഭാവിയാണല്ലോ ഒരു യഥാർത്ഥ പ്രശ്നം. അവർ കളിച്ച് വളരുന്നത് അവരുടെ ഭാവി സ്വപ്നം കണ്ട് തന്നെയാണ്. ഈ തലപ്പത്തുള്ള പ്രശ്നം, തർക്കം, അതിനേക്കാൾ ഉപരി അവരുടെ ഭാവിക്ക് തന്നെയാണ് ഊന്നൽ നൽകേണ്ടത്. എന്തൊരു സൊല്യൂഷനാണ് KFAക്ക് മുന്നിലുള്ളത്? ഒരു ചർച്ച പൊതുവായി ഇതിനപ്പുറത്തേക്ക് നടത്താൻ KFA തയ്യാറെടുക്കുമോ? സ്പോർട്സ് കൗൺസിലുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ ഇക്കാര്യത്തിൽ? കേരള ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു കുട്ടികളുടെ വരുമാനം വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അതായത് 1 കോടി രൂപയ്ക്ക് മുകളിൽ, അല്ലെ 2 കോടി രൂപയ്ക്ക് മുകളിലെല്ലാം വാർഷിക ശമ്പളമുള്ള കളിക്കാർ കേരളത്തിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചെറിയ വിവാദങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കേരള സ്പോർട്സ് ആക്ടുമായിട്ട് അലൈൻ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ആവശ്യമാണ്. കാരണം ഇവിടെ നമുക്ക് ടൂർണമെന്റ്സും കാര്യങ്ങളും കേരളത്തിൽ നടത്തിയാലാണല്ലോ പുറത്തേക്ക് ആൾക്കാരെ വിടാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല ഇതുമായിട്ട് അലൈൻ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്.
പിന്നെ യെസ് ഇതുമായിട്ട് സ്പോർട്സ് കൗൺസിലുമായിട്ട് അഫിലിയേറ്റഡ് അല്ലാതെയും ആൾക്കാർ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്പോർട്സ് കൗൺസിലുമായിട്ട് ഒരു ബന്ധവുമില്ല, അവര് അഫിലിയേറ്റഡ് അല്ല. പക്ഷെ ആ ഒരു സ്റ്റാൻഡ് അല്ല ഞങ്ങൾ എടുക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് സ്പോർട്സ് എന്നുള്ള നിലയിൽ ഈ സ്പോർട്സിന് ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം, സ്പോർട്സ് കൗൺസിലിന്റെ സപ്പോർട്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ്ങിനും കളിക്കാനും കോമ്പറ്റീഷനും എല്ലാമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത കേരള ഫുട്ബോൾ അസോസിയേഷനും ഉണ്ട്, സ്പോർട്സ് കൗൺസിലിനും ഉണ്ട്. അത് നമ്മൾ ജോയിന്റ് ആയിട്ട് ചെയ്യും. അത് ഇതുമായിട്ട് ബന്ധമില്ല. ഇതൊരു 10 വർഷം മുമ്പ് വന്ന ആക്ട് ആണ് സ്പോർട്സ് ആക്ട് കേരളത്തിൽ. അത് ഇപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. കേരള സ്പോർട്സ് ആക്ടിന്റെ കീഴിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ളത് ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. നന്ദി ശ്രീ നവാസ് മിരാൻ. യു ഷറഫ് അലി പ്രതികരിച്ചതിന്. ഇപ്പോൾ KFAയുടെ തെരഞ്ഞെടുപ്പ് വിവാദമായതിനെ തുടർന്നാണ് KFA സ്പോർട്സ് കൗൺസിലിന് വിശദീകരണം നൽകിയിരിക്കുന്നത്. സ്പോർട്സ് കൗൺസിൽ ആക്ടിനും റൂൾസിനും വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് KFAയുടെ മറുപടി.